ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കുവിനെ ചന്ദ്ര അമ്പാട്ട് വീട്ടിലെത്തിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയുടെയും വിജയശങ്കറിന്റെയും നേട്ടത്തിന് വേണ്ടി അർച്ചനയുടെ മുന്നിൽ താഴ്ന്നുകൊടുത്ത് അർച്ചനയോട് ക്ഷമയും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര രുക്കുവിനെ അവിടെയാക്കി തിരിച്ച് ചന്ദ്രകാന്തത്തിലേക്ക് പോകുന്നത്. നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ചന്ദ്രകാന്തത്തിൽ വളരെ ദേഷ്യത്തോടെയാണ് എത്തുന്നത്. ആ ദേഷ്യം മുഴുവനും വിജയശങ്കറിനോട് ചന്ദ്ര തീർക്കുന്നുണ്ട്. എന്നിട്ട് വിജയശങ്കറിനോട് പറയുന്നുണ്ട്, അർച്ചനയോട് ഇതിന് പകരം ചോദിക്കാതെ എന്റെ മനസ്സിനൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. ഈ ചന്ദ്രലേഖ ആരാണെന്ന് ഞാൻ അർച്ചനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്പാട്ടില് പോയ ഞാൻ അത്രയും നാണം കെട്ട് അപമാനിതയായാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്നൊക്കെ ചന്ദ്ര വിജയശങ്കറിനോട് പറയാണ്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ ലഡ്ഡു കൊണ്ടുപോയി അച്ചുവിനും രുക്കുവിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പഴയതെല്ലാം മറന്ന് ഈ മധുരം കഴിച്ച് നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കണം എന്ന് വളരെ സന്തോഷത്തോടെ അർച്ചന പറയുന്നുണ്ടെങ്കിലും രുക്കുവിനും അച്ചുവിനും അത് കേട്ട് ഒരു സന്തോഷവുമില്ല. അച്ചുവിന് വളരെ സന്തോഷത്തോടെ രുക്കുവിനോടൊപ്പം കഴിയണമെന്നുണ്ടെങ്കിലും രുക്കുവിന് എപ്പോഴും അമ്പാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. അർച്ചനയെയും അവിടെയുള്ളവരെയും എങ്ങനെയെങ്കിലും തകർക്കണം. അതുമാത്രമല്ല, ലൈഫ് ഒന്ന് സെറ്റിലാവാതെ കുട്ടിയും കുടുംബമൊന്നും പെട്ടെന്ന് വേണ്ടെന്നാണ് രുക്കുവിന്റെ തീരുമാനം. അച്ചും രുക്കുവും ഇത് മുന്നേ തന്നെ സംസാരിച്ച് തീരുമാനമെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അർച്ചനയുടെ വാക്കുകളൊന്നും രുക്കുവിന് അത്ര ഇഷ്ടാവുന്നില്ല. അതിനുശേഷം അർച്ചന കോടതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അർച്ചന അസോസിയേറ്റ്സിന് പുതിയൊരു കേസ് കൂടി വരികയാണ്. ഒരു അച്ഛനും മകളും കൂടിയാണ് വരുന്നത്. അർച്ചനയും ദീപ്തിയും വസുവും അവരുടെ കേസ് എന്താണെന്ന് ചോദിച്ചറിയുന്നുണ്ട്. അതിനുശേഷം ദീപ്തി അവരോട് പറയുന്നുണ്ട്, ഈ കേസ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഉറപ്പായും നീതി കിട്ടുമെന്ന് ദീപ്തി അവർക്ക് വാക്കുകൊടുക്കുകയാണ്. പിന്നീട് ദീപ്തിയും അർച്ചനയും കൂടി ഒരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആ കേസിനെ കുറിച്ച് ആലോചിച്ച് വളരെ ടെൻഷനിലാണ്. അർച്ചനയുടെ ആ ടെൻഷൻ കണ്ട് ദീപ്തി അർച്ചനയോട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ വിജയശങ്കറിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുന്ന വിജയശങ്കർ എന്താണ് കാര്യമെന്നറിഞ്ഞ് ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.